ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സർക്കാരിന്റെ പട്ടികയിൽ 64 പേരെ കൊന്നൊടുക്കിയ ഒരു നരഭോജി കടുവയെ പറ്റി പറയാനാണ്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് 64 അല്ല, അതിൽ കൂടുതൽ ആളുകളെയാണ് ഈ നരഭോജി ഇരയാക്കിയിട്ടുള്ളത്. ഏകദേശം 1925 മുതൽ 30 വരെയാണ് ഈ കടുവകൾ അതിന്റെ നരഭോജനം അഴിച്ചുവിട്ടത്. അതെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജിം കോർബറ്റ് എഴുതിയ ചൗഗർ കടുവകളെ പറ്റിയാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫിലിമിസ്റ്റ. ചൗഗർ കടുവകളുടെ ശല്യം കൂടിക്കൂടി വന്നപ്പോഴാണ് കടുവയെ കൊല്ലണം എന്ന കത്ത് എന്നെ തേടി വന്നത്. കത്ത് കൈപ്പറ്റിയതും ഞാൻ നേരെ കുമയൂണിലെത്തി. ആ സമയത്ത് ഇന്ത്യയിൽ 3-4 നരഭോജി കടുവകളെ പറ്റി കേൾവിയുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ എനിക്കൊരു ഭൂപടം നൽകി. അതിൽ കടുവ കൊലപാതകം നടത്തിയ ഗ്രാമങ്ങളും തീയതിയും ചുവന്ന വൃത്താകൃതിയിൽ അടയാളപ്പെടുത്തിയിരുന്നു. കടുവയുമായുള്ള ആക്രമണത്തിൽ മരണപ്പെട്ട ആളുകളെ മാത്രമേ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കടുവയുമായുള്ള ആക്രമണത്തിന് ശേഷം പരിക്കേറ്റ് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് മരണപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെ ആരും തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് 64 അല്ല, അതിൽ കൂടുതൽ ആളുകളാണ് ഈ കടുവയുടെ കൈകൊണ്ട് മരിച്ചിട്ടുള്ളത്. ഏകദേശം 1500 ചതുരശ്ര മൈൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വനപ്രദേശമാണിത്. ഇവിടെ ശൈത്യകാലത്ത് നല്ല തണുപ്പും വേനൽക്കാലത്ത് കൊടും ചൂടുമായിരിക്കും. ഈ പ്രദേശത്ത് ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ചില ഗ്രാമങ്ങളാകട്ടെ ആകെ 2 വീടും ഒരു തൊഴുത്തും മാത്രമേ ഉണ്ടാവൂ. ഇവിടുത്തെ ഗ്രാമീണർക്ക് മറ്റു ഗ്രാമങ്ങളിലോട്ട് പോകണമെങ്കിൽ വനത്തിലൂടെയുള്ള നടപ്പാത തന്നെ ആശ്രയിക്കണമായിരുന്നു. കടുവയുടെ ആക്രമണങ്ങൾ കൂടിയതും വനത്തിലൂടെയുള്ള യാത്ര ഇവർ പൂർണ്ണമായും ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം ഒരു ആശയവിനിമയം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു വാർത്ത, കാര്യം അത് അപ്പുറത്തെ ഗ്രാമത്തിലോട്ട് അറിയിക്കണമെങ്കിൽ ചെയ്തിരുന്ന ഒരു ചെറിയ വിദ്യയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഗ്രാമത്തിൽ ഏറ്റവും ഉയരമുള്ള ഒരു മതിലോ പാറയോ അല്ലെങ്കിൽ ഒരു വൃക്ഷമോ തിരഞ്ഞെടുക്കുക. അതിന്റെ മുകളിൽ ഒരാൾ വലിഞ്ഞു കയറും. ശേഷം അവിടെ നിന്ന് ഉറക്കെ കൂവും. ആ കൂവലിന് മറുവിളി എന്നോളം തിരിച്ചും ഒരു കൂവൽ അപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് കേൾക്കാം. അപ്പോൾ ഇവർക്ക് എന്താണോ പറയാനുള്ളത് ആ കാര്യം ഉറക്കെ നിലവിളിച്ച് പറയുക. ഇതായിരുന്നു പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന ആ ഗ്രാമീണർ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു വിദ്യ. ഞാൻ എനിക്ക് കിട്ടിയ ഭൂപടം വിശദമായി പരിശോധിച്ചു. കാലാനഗർ പർവ്വതത്തിന്റെ ഇടതു വലതു വശത്താണ് ഏറ്റവും കൂടുതൽ ഈ കടുവ അതിന്റെ നരഭോജനം നടത്തിയിട്ടുള്ളത്. കാലാനഗർ 8500 അടി ഉയരമുള്ള ഒരു വലിയ പർവ്വതമാണത്. കടുവയ്ക്ക് അവസാനം ഇരയായത് 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. കന്നുകാലികളെ മേയ്ക്കുന്നതിനിടെയാണ് സംഭവം. ഞാൻ ബംഗ്ലാവിൽ നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മുത്തശ്ശി എന്നെ കാണാൻ വന്നു. ആ വൃദ്ധ അവരുടെ ചെറുമകനെ പറ്റി വാ തോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ അവരുടെ കൈവശമുള്ള 3 എരുമകളെ എനിക്ക് നൽകാമെന്ന് പറഞ്ഞു. അത് കെണിയായി ഉപയോഗിച്ച് ഞാൻ ആ കടുവയെ കൊല്ലണമെന്നും അവർ ആവശ്യപ്പെട്ടു. അവരുടെ എരുമകളിലൂടെ ഞാൻ ആ കടുവയെ കൊന്നാൽ അവരുടെ ചെറുമകനെ ഇല്ലാണ്ടാക്കിയ ആ കടുവയോട് പ്രതികാരം ചെയ്തതിന് തുല്യമാണെന്ന് അവർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ എരുമകളെ വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. ഞാൻ ആ വൃദ്ധയോട് പറഞ്ഞു, എന്റെ കൈവശമുള്ള പോത്തുകളെ ഞാൻ ആദ്യം കെണിയായി ഉപയോഗിക്കാം. അവറ്റങ്ങളെ കടുവ കൊന്നതിന് ശേഷം മാത്രം എനിക്ക് നിങ്ങളുടെ എരുമകളെ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ആ വൃദ്ധയെ അതും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ വിട്ടു. അടുത്തുള്ള ഗ്രാമത്തിലെ പ്രധാനികളെ വിളിച്ചുകൂട്ടി ഒരു ചെറിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അവിടെ നിന്നും കടുവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു. 10 ദിവസങ്ങൾക്ക് മുമ്പ് 20 മൈൽ അകലെയുള്ള ഗ്രാമത്തിൽ ഒരു പുരുഷനെയും അയാളുടെ ഭാര്യയെയും കടുവ കൊന്നു തിന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു. കൊലപാതകം നടന്നിട്ട് 10 ദിവസം ആയതിനാൽ ഇനി അവിടം സന്ദർശിച്ചാൽ കടുവയെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് കൊലപാതക സ്ഥലത്തിന് അടുത്തുള്ള ഡാൽക്കാനിയ ഗ്രാമത്തിലോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഡാൽക്കാനിയെ തിരഞ്ഞെടുക്കാൻ കാരണം കടുവ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു അത്. പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞാനും എന്റെ തൊഴിലാളികളും യാത്ര ആരംഭിച്ചു. കൊടും വനത്തിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. കടുവയെ പേടിച്ച് ഈ വനപാത ആരും തന്നെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നില്ല. യാത്രക്കിടയിൽ ഒരു കൂട്ടം പുരുഷന്മാരെ ഞങ്ങൾ കണ്ടുമുട്ടി. അവർ എന്നെ തന്നെ തിരിഞ്ഞു വന്നതായിരുന്നു. എന്റെ വരവ് മുന്നേ തന്നെ അവർ കൂവൽ രൂപത്തിൽ അറിഞ്ഞിരുന്നു. അവർ എന്നോട് പറഞ്ഞു, സാഹിബ്, നിങ്ങൾ അന്വേഷിച്ചു വന്ന ആ നരഭോജി കടുവ അത് 10 മൈൽ അപ്പുറമുള്ള ഗ്രാമത്തിലുണ്ട്. അവിടെ മുളകൾ വെട്ടുന്നതിനിടയിൽ ഒരു കൂട്ടം സ്ത്രീകൾ അതിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടെത്തണം. എനിക്കിനി ഡാൽക്കാനയിൽ എത്താൻ വെറും 8 മൈൽ മാത്രമേ ദൂരമുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവർ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ട് 10 മൈൽ ഞാൻ വനത്തിലൂടെ തന്നെ നടക്കണം. ഈ വനത്തിലൂടെയുള്ള യാത്ര വളരെ അപകടം പിടിച്ച ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു. എന്റെ ആളുകളോട് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരുടെ കൂടെ ഡാൽക്കാനയിലോട്ട് പോകാൻ ഞാൻ ആവശ്യപ്പെട്ടു. സാധാരണ 10 മൈൽ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ വെറും 2 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷേ ഇവിടെ എല്ലാം നേരെ വിപരീതമായിരുന്നു. പാറക്കെട്ടുകളും മുൾച്ചെടികളും അടിക്കാടുകളും നിറഞ്ഞു വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരു വഴിയായിരുന്നു ഇത്. ഭയങ്കര ദുഷ്കരമായ ഒരു യാത്ര തന്നെയായിരുന്നു. ഈ യാത്രയിൽ ഞാൻ കടുവയെ പറ്റി പൂർണ്ണമായും മറന്നു. കാരണം എങ്ങനെയെങ്കിലും എനിക്ക് കാട്ടിൽ നിന്ന് ഒന്ന് പുറത്തു കിടന്നാൽ മതി എന്നായി. നേരം ഇരുട്ടി തുടങ്ങി. ഇനി യാത്ര ചെയ്യുന്നത് മരണത്തെ ചോദിച്ചു മേടിക്കുന്നതിന് തുല്യമാണ്.
അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി അവിടെ ചിലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. നല്ല മെത്ത പോലെ ഉണങ്ങിക്കിടക്കുന്ന ആ നിലത്ത് ആകാശത്തെ നക്ഷത്രങ്ങളെയും എണ്ണി കിടന്നുറങ്ങാൻ വളരെ സുഖമായിരിക്കും. പക്ഷേ ഇഴജന്തുക്കളും മറ്റു വന്യമൃഗങ്ങളുമുള്ള ഈ കാട്ടിൽ ഞാൻ നിലത്ത് കിടക്കുന്നതിൽ എനിക്ക് യാതൊരു സുരക്ഷയും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നല്ലൊരു ഓക്ക് മരം ഞാൻ തിരഞ്ഞെടുത്തു. മരക്കൊമ്പിൽ കയറിയ ശേഷം ഞാൻ എന്റെ തോക്ക് നന്നായി കെട്ടിവെച്ചു. മരക്കൊമ്പിൽ ഇരുന്നുറങ്ങി എനിക്ക് നല്ല ശീലമുണ്ട്. ഞാൻ നന്നായി ഉറങ്ങി. ഉറക്കത്തിനിടയിൽ അർദ്ധരാത്രി എന്തോ ഒരു ചുരുണ്ടുന്ന ശബ്ദം കേട്ടു. അത് എന്റെ ഉറക്കത്തെ അസ്വസ്ഥപ്പെടുത്തി. ഞാൻ എണീറ്റു. ഒരു കൂട്ടം കരടികൾ കർഫാൾ മരത്തിലൂടെ ഭക്ഷണം തേടി നടക്കുകയായിരുന്നു. കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ അടി ഉണ്ടാക്കുന്ന ഒരു പ്രകൃതമാണ് ഈ ജീവികൾക്ക്. കരടികൾ പോകുന്നവരെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. കർഫാൾ എന്നാൽ വലിയൊരു വൃക്ഷമാണ്. അതിൽ ചുവന്ന നിറത്തിൽ മധുരമുള്ള ചെറിയ ചെറിയ കായകൾ ഉണ്ടാവുന്നു. അത് മനുഷ്യരും കരടികളും ഒരുപോലെ ആഹരിക്കാൻ ഇഷ്ടപ്പെടുന്നു. സൂര്യൻ ഉദിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഗ്രാമത്തിൽ എത്തിയത്. 5 ഏക്കർ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണത്. 2 കുടിലുകളും ഒരു കന്നുകാലി തൊഴുത്തും മാത്രമേ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കണ്ടതും അവർ വളരെയധികം സന്തോഷിച്ചു. ഇന്നലെ മുളകൾ ശേഖരിക്കുന്നതിനിടെയാണ് കടുവയെ കണ്ടതെന്നും ആ കടുവയുടെ കൂടെ മറ്റൊരു കടുവയും കൂടെ ഉണ്ടായിരുന്നുവെന്നും അവർ എന്നോട് പറഞ്ഞു. ആ 2 മൃഗങ്ങളും കുന്നിൻ ചെരുവിലൂടെ താഴ്വാരത്തിലോട്ട് പോകുന്നത് ഗ്രാമീണർ കണ്ടവർ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവനും ആ കടുവകളുടെ ഗർജനം ഈ ഗ്രാമീണർ കേട്ടിരുന്നു. ഈ മലയോര പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ആതിഥ്യമര്യാദ ഉള്ളവരായിരുന്നു. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നും എന്റെ ക്യാമ്പ് ഡാൽക്കാനയിലാണ് എന്നും ഇവർ ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു. അവർ എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഞാൻ ഭക്ഷണം വേണ്ട, പകരം എനിക്കൊരു ഗ്ലാസ് ചായ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ആ ഗ്രാമത്തിൽ തേയില ഇലകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ എനിക്ക് കറന്നെടുത്ത പുതിയ പാലിൽ ശർക്കര ചേർത്ത് ഒരു നല്ല വിഭവം തയ്യാറാക്കി. എനിക്ക് വളരെയധികം തൃപ്തികരമായിരുന്നു അത്. ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്ത് ഞാൻ എത്തി. നിലം മുഴുവനും ഞാൻ പരിശോധിച്ചു. ആ നിലം കടുവയുടെ കാൽപ്പാടുകൾ ട്രാക്ക് ചെയ്യാൻ അനുയോജ്യമല്ലായിരുന്നു. നിങ്ങളൊരു കടുവയെ ട്രാക്ക് ചെയ്ത് വേട്ടയാടാൻ പോവുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. ആ കാട്ടിലെ കാറ്റും നിലവും മറ്റു പക്ഷികളും മൃഗങ്ങളും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യന് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവില്ലെന്ന് കടുവകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളെ ട്രാക്ക് ചെയ്ത് വേട്ടയാടുന്നത് പോലെ നമ്മളെയും പതിയെ കാറ്റിന്റെ ദിശ നോക്കിയേ ഒരു കടുവ വേട്ടയാടാറുള്ളൂ. ഞാൻ കടുവയെ തിരഞ്ഞു മൈലുകളോളം കാട്ടിലൂടെ നടന്നു. പക്ഷെ എനിക്ക് കടുവയെ കാണാൻ കഴിഞ്ഞില്ല. നേരം ഇരുട്ടി തുടങ്ങി. ഇന്നത്തെ രാത്രിയും ഞാൻ കാട്ടിൽ തന്നെ ചിലവഴിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു നല്ല മരം തിരഞ്ഞെടുത്ത് അതിൽ രാത്രി സുഖമായി ഉറങ്ങി. രാത്രിയിൽ എപ്പോഴോ മലയിടുക്കിൽ നിന്നും ഒരു കടുവയുടെ ഗർജനം ഞാൻ കേട്ടു. സൂര്യൻ ഉദിച്ചതും ഞാൻ കടുവയെ തിരഞ്ഞുള്ള എന്റെ നടത്തം തുടങ്ങി. താഴ്വാരത്തിൽ നിന്ന് ഒരു കൂവൽ കേട്ടു. വീണ്ടും വീണ്ടും കേട്ടു. ഞാൻ മറുവിളി എന്നോളം ഞാനും തിരിച്ചു കൂവി. തള്ളി നിൽക്കുന്ന ഒരു പാറയിൽ വലിഞ്ഞു കയറി ഒരാൾ നൈനിതാലിൽ നിന്ന് കടുവയെ കൊല്ലാൻ വന്ന സാഹിബ് നിങ്ങളാണോ എന്ന് ഉറക്കെ ചോദിച്ചു. ഞാൻ അതിന് മറുപടി അതേ എന്നും പറഞ്ഞു. ഇന്നലെ അയാൾ പശുക്കളെ മേച്ച് തിരിച്ച് തൊഴുത്തിൽ കെട്ടുന്ന സമയം അതിലൊരു ചുവന്ന പശുവിനെ കാണാൻ ഉണ്ടായിരുന്നില്ല എന്നും അതിനെ കടുവ പിടിച്ചതാണെന്ന് തനിക്ക് സംശയമുണ്ട് എന്നും അയാൾ എന്നോട് പറഞ്ഞു. ഇന്നലെ അയാൾ പശുവിനെ മേൽക്കാൻ പോയ സ്ഥലത്ത് നിന്നാണ് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ കടുവയുടെ ഗർജനവും കേട്ടത്. ഞാൻ നേരെ അയാൾ പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. മലയിടുക്കിലൂടെ കുറച്ചധികം നടന്നപ്പോൾ അയാളുടെ പശുവിനെ കടുവ പിടിച്ച സ്ഥലം ഞാൻ കണ്ടെത്തി. അവിടെ നിന്നും കടുവ പശുവിനെ കടിച്ചെടുത്തുകൊണ്ട് വലിച്ചു കൊണ്ടുപോയ എല്ലാ അടയാളങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ അടയാളങ്ങൾ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു. റൈഫിളിന്റെ തോളോട് ചേർത്ത് പിടിച്ച് പതിയെ സൂക്ഷ്മതയോടെയാണ് ഞാൻ നടന്നത്. ഏകദേശം 3 യാർഡ് കഴിഞ്ഞു. എന്റെ മുന്നിൽ ഒരു അനക്കവും ഒരു ചെറിയ മുരൾച്ചയും കേട്ടു. ഞാൻ പതിയെ മുന്നോട്ട് നടന്നു. കുറ്റിക്കാട്ടിൽ നിന്നും ഒരു വെളുത്ത കാൽ ആകാശത്തോട് ചൂണ്ടി നിൽക്കുന്നുണ്ട്. ആ കാൽ അനങ്ങുന്നുണ്ട്, പക്ഷെ മുരൾച്ചകൾ കേൾക്കുന്നില്ല. കടുവ എങ്ങാനും പോയി കാണുമോ? ഇനി ഞാൻ മുന്നോട്ട് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഞാൻ മുന്നോട്ട് നടന്ന് കുറ്റിക്കാടും കടന്ന് ആ കടുവയിൽ ഒരെണ്ണത്തെ വീഴ്ത്തിയെന്ന് ഇരിക്കട്ടെ. പക്ഷേ മറ്റേ കടുവ എനിക്ക് ട്രിഗറിൽ വിരൽ വെക്കാനുള്ള സമയം പോലും തരില്ല. അതിനു മുമ്പ് അതിന് ഞാൻ ആഹാരമാവും. ഞാൻ ഇടതുവശത്തുള്ള ഒരു വലിയ പാറ കണ്ടു. ഞാൻ പതിയെ സൂക്ഷ്മതയോടെ ആ പാറയിൽ ഇഴഞ്ഞിഴഞ്ഞു കയറി. ഈ പാറയ്ക്ക് 10 മുതൽ 15 അടി വരെ ഉയരമുണ്ട്. ഞാൻ പാറയിൽ നിശബ്ദമായി കയറിയ ശേഷം എന്റെ റൈഫിൾ ലോഡ് ചെയ്തില്ലേ എന്നൊന്ന് ഉറപ്പിച്ചു. ശേഷം ഞാൻ ആ കടുവയ്ക്ക് നേരെ റൈഫിൾ ചൂണ്ടി. എനിക്കിപ്പോ 2 കടുവയും നേരെ കാണാം. ആ 2 കടുവകളെയും ഞാൻ നല്ല രീതിക്കൊന്ന് നിരീക്ഷിച്ചു. രണ്ടും ഒരേ വലുപ്പമുള്ള കടുവകളാണ്. പക്ഷേ ഒന്നിന് നിറം അല്പം മങ്ങിയിട്ടുണ്ട്. കാരണം ആ കടുവയ്ക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. കടുവകൾ വയസ്സാവുന്നതിനനുസരിച്ച് അവറ്റങ്ങളുടെ നിറവും മങ്ങി മങ്ങി വരും. ഒന്ന് പശുവിന്റെ പിൻഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും മറ്റേത് കൈകാലുകൾ നക്കുകയായിരുന്നു. ഞാൻ 1 മിനിറ്റ് കണ്ണടച്ച് ശ്വാസം വിട്ട ശേഷം കടുവയ്ക്ക് നേരെ ലക്ഷ്യം വെച്ച് എന്റെ ട്രിഗറിൽ വിരലമർത്തി. ആ കൊടുങ്കാട് 1 മിനിറ്റ് നേരത്തേക്ക് നിശബ്ദമായിരുന്നു. ഞാൻ അല്പം നേരം ആ പാറയിൽ തന്നെ ഇരുന്നു. ഒരു കല്ലെടുത്ത് ആ കടുവയ്ക്ക് നേരെ എറിഞ്ഞു. കടുവയ്ക്ക് യാതൊരു അനക്കവുമില്ല. പാറയിൽ നിന്ന് ഇറങ്ങി തോക്ക് തോളോട് വെച്ച് ഞാൻ ആ കടുവയ്ക്ക് നേരെ ലക്ഷ്യം വെച്ച് നടന്നു. ഞാൻ അവിടെ പരിശോധിച്ചു. ആ ചെറിയ കടുവയ്ക്കാണ് വെടിയേറ്റിട്ടുള്ളത്. വലിയ കടുവ വെടിയൊച്ച കേട്ടതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഞാനിപ്പോ വലിയൊരു തെറ്റ് ചെയ്തു. കാരണം ഞാൻ ആ വലിയ കടുവയ്ക്ക് പകരം ചെറിയ കടുവയാണ് കൊന്നത്. ഒരു പക്ഷേ ഈ ചെറിയ കടുവ നരഭോജി അല്ലായിരിക്കുമോ? വലിയ കടുവയായിരിക്കുമോ ആളുകളെല്ലാം കൊന്നു ഭക്ഷിക്കുന്നത്? അങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആകെ നിരാശനായി.
ഞാൻ ഈ ചെറിയ കടുവയെ കൊന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കടുവയിലൂടെ എനിക്ക് ആ വലിയ നരഭോജിയെ കൊല്ലാൻ സാധിക്കുമായിരുന്നു. പിന്നീടുണ്ടായ 12 മാസങ്ങളിൽ 15 ജീവനാണ് ആ നരഭോജി കടുവ എടുത്തത്. ഞാൻ ആ കടുവയുടെ തൊലി ഉരിക്കാൻ തുടങ്ങി. സാധാരണ കടുവയുടെ തൊലി ഉരിക്കുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടി. തൊലി ഉരിക്കുന്നതിനിടെ ആ നരഭോജി കടുവ തിരിച്ചു വന്ന് എന്നെ നിരീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നോക്ക് തിരിഞ്ഞു നോക്കി. തൊലി ഉരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങി. ഇന്നത്തെ രാത്രിയും ഞാൻ ഒരു മരക്കൊമ്പിൽ ചിലവഴിക്കണം. ഞാൻ അവിടെ എനിക്ക് അനുയോജ്യമായ ഒരു മരം കണ്ടെത്തി അതിൽ ഇരിപ്പുറപ്പിച്ചു. രാത്രിയിൽ 1 മണിക്കൂറോളം മഴ പെയ്തു. ഞാൻ 64 മണിക്കൂറായി വല്ലതും കഴിച്ചിട്ട്. മഴയും തണുപ്പും വിശപ്പും എന്നെ വല്ലാണ്ട് ക്ഷീണിപ്പിച്ചു. രാത്രിയിൽ കാടിന്റെ ഏതോ ഒരു ദിശയിൽ നിന്നും ആ നരഭോജി കടുവയുടെ ഗർജനം ഞാൻ കേട്ടു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ കടുവയുടെ തോലും എടുത്ത് ഡാൽക്കാനെ ലക്ഷ്യമാക്കി നടന്നു. ഞാൻ ഇതുവരെ പച്ചയായ കടുവത്തോൽ ചുമന്ന് നടന്നിട്ടില്ല. ആ കടുവത്തോലിന് 40 പൗണ്ട് വെയിറ്റ് ഉണ്ട്. പക്ഷെ ഡാൽക്കാനെ എത്തിയപ്പോഴേക്കും അതിന് 200 പൗണ്ട് വെയിറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നപ്പെട്ടു. ഞാൻ ഡാൽക്കാനെ ഗ്രാമത്തിലെത്തി. എന്റെ ആളുകൾ 100-ലധികം ഗ്രാമീണരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രക്തത്തിൽ മൂടി കുളിച്ച എന്നെ കണ്ടപ്പോൾ ആദ്യം അവരൊന്ന് ഞെട്ടി. എനിക്ക് വേണ്ടി ചൂടുവെള്ളം കുളിക്കാൻ തയ്യാറാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ പകലും രാത്രിയും എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ ചൂടുവെള്ളത്തിൽ നല്ലൊരു കുളി പാസാക്കി. നല്ലൊരു കാറ്റ് വീശി. അതിന്റെ കൂടെ തന്നെ ഇടിയും മിന്നലും. എന്റെ ആളുകൾ കയറ് ഉപയോഗിച്ച് ആ ടെന്റിനെ കൂടുതൽ ബലപ്രദമാക്കി കെട്ടിവെച്ചു. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പെരുമഴ തന്നെ അവിടെ പെയ്തിറങ്ങി. ആ പേമാരിയിൽ ടെന്റിന്റെ തുണികളെല്ലാം കീറി. പക്ഷേ എന്റെ തൊഴിലാളികൾ കെട്ടിയ കയറ് കുറ്റിയിൽ നിന്നും 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. എന്റെ സാധനങ്ങളെല്ലാം നനഞ്ഞു. മഴ തോർന്നതും 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എന്റെ ഉറക്കത്തിലോട്ട് ഞാൻ വെഴുതി വീണു. രാവിലെ കടുവയുടെ തൊലി വൃത്തിയാക്കുമ്പോൾ ഗ്രാമീണരെല്ലാം എനിക്ക് ചുറ്റും തടിച്ചുകൂടി. ഞാൻ അവരോട് എനിക്ക് ആ നരഭോജി കടുവയെ കൊല്ലാൻ സാധിച്ചില്ല എന്നെന്റെ ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ ഗ്രാമീണർ എന്നോട് പറഞ്ഞു, അവസാന കൊലപാതകം നടന്ന സ്ഥലം, അതായത് ആ ദമ്പതികൾ മരിച്ച സ്ഥലം, അവിടം ഈ ഗ്രാമീണർ പരിശോധിച്ചപ്പോൾ 2 കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു എന്നിവർ പറഞ്ഞു. അതായത് ഞാനിപ്പോ കൊന്നത് ഒരു സാധു കടുവയല്ല, ഇതും ഒരു നരഭോജി കടുവ തന്നെയാണ്. 3 വർഷത്തിൽ 20ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടിരുന്നത്. കന്നുകാലികളെ സ്ഥിരമായി മേയ്ക്കാൻ വിടുന്ന സ്ഥലങ്ങളിൽ ഞാൻ എന്റെ 4 പോത്തുകളെയും കെട്ടിയിട്ടു. രാവിലെ മുഴുവനും ഞാൻ ആ കടുവയെ തിരഞ്ഞ് കാട്ടിലൂടെ നടന്നു. പോത്തുകളെയും സന്ദർശിച്ചു. 10 ദിവസം കഴിഞ്ഞിരിക്കണു. ഇതുവരെയും കടുവയുടെ ഒരു അനക്കവും കണ്ടില്ല. 11ാം ദിവസം രാവിലെ തന്നെ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത എന്റെ ചെവിയിലെത്തി. അതെ, പോത്തുകളിൽ ഒന്നിനെ കടുവ പിടിച്ചുവെന്ന് എന്റെ ആളുകൾ എന്നെ അറിയിച്ചു. ഞാൻ എന്റെ തോക്കും എടുത്ത് സംഭവ സ്ഥലം ലക്ഷ്യമാക്കി ഓടി. ഒരു മലയിടുക്കിലായിരുന്നു സംഭവം. അവിടെയെല്ലാം ഞാൻ നിരീക്ഷിച്ചു. അങ്ങിങ്ങായി കുറെ കാൽപ്പാടുകൾ കണ്ടു. കാൽപ്പാടുകളെല്ലാം ഞാൻ പരിശോധിച്ചു. ഞാൻ വീണ്ടും നിരാശനായി. ഇത് ഞാൻ അന്വേഷിച്ചു വന്ന നരഭോജി കടുവയല്ലായിരുന്നു. പകരം ഒരു വയസ്സായ പുള്ളിപ്പുലിയായിരുന്നു. ഗ്രാമീണരുടെ കന്നുകാലികളെ വൻതോതിൽ തന്നെ കൊന്നൊടുക്കുന്ന ഈ പുള്ളിപ്പുലിയെ കൊല്ലാണ്ടിരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പാറക്കെട്ടിൽ പതിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും പുലി മലയിടുക്കിലൂടെ വരുന്നത് ഞാൻ കണ്ടു. കുറച്ചും കൂടെ അടുത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. പെട്ടെന്ന് ഒരാൾ എന്നെ വിളിച്ചും കൊണ്ട് ഓടി വരുന്നത് ഞാൻ കണ്ടു. ഈ സമയത്ത് എന്നെ തേടി ഒരാൾ ഇവിടെ ഓടി വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം ആ നരഭോജി കടുവ തന്നെ. ഞാൻ അവിടെ നിന്നും ചാടി എണീറ്റു. പെട്ടെന്നുണ്ടായ ഈ ശബ്ദ കോലാഹലങ്ങളിൽ ഞെട്ടിത്തിരിഞ്ഞ ആ പുലി എന്റെ നേരെ നോക്കി വൂഫ് വൂഫ് എന്നൊരു ശബ്ദമുണ്ടാക്കി തിരിഞ്ഞു മലയിടുക്കിലോട്ട് ഓടി. ഞാൻ അയാളെ അടുത്ത് ഓടിച്ചെന്നു. അയാൾ ശ്വാസം വീണ്ടെടുത്തു. ഗ്രാമത്തിൽ നിന്ന് 1/2 മൈൽ അപ്പുറത്ത് ഒരു സ്ത്രീയെ കടുവ പിടിച്ചതായി അയാൾ എന്നെ അറിയിച്ചു. ഞാൻ ഈ വാർത്ത കേട്ടതും ഗ്രാമത്തിലോട്ട് ഓടിച്ചെന്നു. ഗ്രാമത്തിലെത്തിയപ്പോൾ വട്ടം കൂടി നിൽക്കുന്ന ഗ്രാമീണർക്ക് നടുവിൽ ഞാൻ ഒരു സ്ത്രീയെ കണ്ടു. കീറിപ്പൊളിഞ്ഞ വസ്ത്രവുമായി രക്തത്തിൽ കുളിച്ചാണ് അവർ അവിടെ ഇരിക്കുന്നത്. ആ സ്ത്രീയുടെ 2 തോളുകളിലും കടുവയുടെ നഖം കൊണ്ട് ആഴത്തിൽ മുറിഞ്ഞിരുന്നു. അവളുടെ നെഞ്ചിൻ മുകളിലുള്ള ദ്വാരത്തിൽ നിന്ന് രക്തമൊഴുകുന്നത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അവൾ കൈകാലുകൾ അനക്കാൻ കഴിയാതെയും സംസാരിക്കാൻ കഴിയാതെയുമാണ് അവിടെ ഇരിക്കുന്നത്. ഗ്രാമീണർ പുല്ല് ശേഖരിക്കുന്നതിനിടെയാണ് ഈ സ്ത്രീയെ കടുവ പിടിച്ചത്. ആളുകളുടെ നിലവിളിയും ബഹളവും കേട്ട് പേടിച്ചു വരേണ്ട കടുവ ഈ മരിച്ച സ്ത്രീയെ അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് കാട്ടിലോട്ട് ഓടുകയും ഗ്രാമീണർ ഗ്രാമത്തിലോട്ട് ഓടുകയുമാണ് ചെയ്തത്. എന്നാൽ ആ സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കടുവയുടെ കൈകൊണ്ടുള്ള ശക്തമായ അടിയിൽ അവളുടെ ബോധം നഷ്ടപ്പെട്ടതായിരുന്നു. സ്വബോധം വീണ്ടെടുത്ത അവൾ ഇഴഞ്ഞിഴഞ്ഞ് ഗ്രാമത്തിലോട്ടെത്തി. ആ സ്ത്രീയുടെ മുറിവുകൾ ഗ്രാമീണർ പരിശോധിച്ചു. അവൾ ഇനി അധിക നേരം ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം രക്തം അവളുടെ ദേഹത്തു നിന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. ഗ്രാമീണർ ചിലർ ഈ സ്ത്രീ മരണപ്പെട്ട ശേഷം അവളുടെ ജഡം എടുത്ത് നമുക്ക് കടുവയെ കണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഇടാമെന്നും കടുവ തിരിച്ച് ഇവളെ ആഹരിക്കാൻ വരുമ്പോൾ മറഞ്ഞു നിന്ന് കടുവയെ സുഖകരമായി തന്നെ വെടിവെച്ച് കൊല്ലാമെന്നും പറഞ്ഞു. ഇതെല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ആ ദയനീയമായ നോട്ടത്തിൽ ഞാനൊന്ന് കുലുങ്ങിപ്പോയി. ആ നരഭോജി കടുവയുടെ അത്ര പോലും മനസാക്ഷി ഇവിടുത്തെ ഗ്രാമീണർക്ക് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അവിടെ വട്ടം കൂടി ആളുകളോട് മാറി നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ആ സ്ത്രീക്ക് കുറച്ച് ശുദ്ധവായു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ കൈവശം ഉണ്ടായിരുന്ന മരുന്നുകളും ബാൻഡേഡുകളും ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുടെ സഹായത്തോടെ ആ പെൺകുട്ടിയുടെ മുറിവുകൾ കഴുകി വൃത്തിയാക്കി കെട്ടിവെച്ചു. ശേഷം അവളുടെയും അവളുടെ കുഞ്ഞിനെയും തനിച്ചൊരു മുറിയിൽ കിടത്തി. ഞാൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഈ ഗ്രാമം സന്ദർശിച്ചപ്പോൾ ആ പെൺകുട്ടി പൂർണ്ണമായും മുറിവുകളിൽ നിന്ന് സുഖം പ്രാപിച്ചതായി എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്റെ ആളുകൾ കടുവയെ കണ്ട സ്ഥലത്ത് ഒരു ആടിനെ കെട്ടിയിട്ടു.
ഞാൻ രാത്രി മുഴുവനും അവിടെയുള്ള ഒരു മരത്തിൽ അതിന് കാവൽ നിന്നു. ഇന്ന് കടുവയ്ക്ക് അത്താഴം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നഷ്ടപ്പെട്ട ഇരയെ തെരഞ്ഞ് ഇതുവഴി വരാൻ സാധ്യതയുണ്ട്. രാത്രി മുഴുവൻ കാവൽ നിന്നിട്ടും കടുവയെ മാത്രം കാണാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ കടുവയെ കണ്ട സ്ഥലം മുഴുവൻ ഞാൻ പരിശോധിച്ചു. അവിടെ നല്ല കട്ടിയുള്ള മണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവയെ ട്രാക്ക് ചെയ്ത് വേട്ടയാടാൻ സാധിച്ചില്ല. പിന്നീട് 2 ദിവസത്തേക്ക് കടുവയെപ്പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല. എന്നെ കാണാൻ ലോഹാർ എന്ന ഗ്രാമത്തിൽ നിന്നും 4 പേർ വന്നിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു സ്ത്രീയെ കടുവ പിടിച്ചതായി അവരെന്നെ അറിയിച്ചു. എത്രയും പെട്ടെന്ന് വന്നാൽ ആ കടുവയെ വെടിവെക്കാൻ കിട്ടുമെന്നും പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ എന്റെ തോക്കും എടുത്ത് ഗ്രാമത്തിലോട്ട് ഓടി. ഞങ്ങൾ പോകും വഴി ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. അവിടെ ഒരു വലിയ ഷെൽട്ടർ ഉണ്ടായിരുന്നു. അത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഷെൽട്ടറിന്റെ ഉടമ ആരാണെന്ന് ഞാൻ എന്റെ വഴികാട്ടികളോട് ചോദിച്ചു. അവർ എന്നോട് ഒരു കഥ പറഞ്ഞു. എവിടെ നിന്നോ കുടിയേറി പാർത്ത ഒരു ആട്ടിടനായിരുന്നു ഈ ഷെൽട്ടറിന്റെ ഉടമ. അയാൾ ഇവിടെ വന്ന് ഷെൽട്ടർ കെട്ടി അയാളുടെ ആടുകളെയും മേയിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോയി. അയാൾക്കൊരു വളർത്തുനായ ഉണ്ടായിരുന്നു. നാട്ടുകാർക്കെല്ലാം ഇയാളെ ഭയങ്കര കാര്യമായിരുന്നു. ഒരു ദിവസം അയാളുടെ ആടുകൾ ഗ്രാമീണരുടെ കൃഷിഭൂമിയിൽ കയറി വിളകളെല്ലാം നശിപ്പിച്ചു. ഗ്രാമീണരെല്ലാം അയാളുടെ കുടിലിൽ ചെന്നു. എന്നാൽ അയാളുടെ കുടിലിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കമ്പിയിൽ കെട്ടിയിട്ട അയാളുടെ വളർത്തുനായെ ആരോ കൊന്ന നിലയിൽ കണ്ടെത്തി. ഗ്രാമീണർ എല്ലാവരും കൂടെ അവിടെ തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ ഒരു ഓക്കുമരത്തിന്റെ അടിയിൽ അയാളുടെ തലയോട്ടികളും കുറച്ച് എല്ലുകളും മാത്രമാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഇതായിരുന്നു ആ നരഭോജി കടുവയുടെ ആദ്യത്തെ മനുഷ്യ ഇര. ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. കുത്തനെയുള്ള കുന്നിൽ ഇടുങ്ങിയ പാതയായിരുന്നു അത്. കടുവ ഞങ്ങളെ പിന്തുടരുന്ന പോലെ എനിക്ക് തോന്നപ്പെട്ടു. ഞാൻ എന്റെ ആളുകളോട് മുന്നിൽ നടക്കാൻ ആവശ്യപ്പെട്ടു. പുറകിലൂടെ ട്രിഗറിൽ വിരൽ വെച്ച് ഞാൻ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു അരുവിയുടെ പരിസരത്ത് ഈ നരഭോജി കടുവയുടെ പുതിയ കാൽപ്പാടുകൾ ഞാൻ കണ്ടെത്തി. ഞങ്ങൾ ഗ്രാമത്തിലെത്തി. കുറച്ച് പുരുഷന്മാർ എന്റെ അടുത്തോട്ട് വന്നു. അതിലൊരു വൃദ്ധൻ എന്റെ കാൽ പിടിക്കാൻ വേണ്ടി കുനിഞ്ഞു. അയാളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. എന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞ് അയാൾ കരഞ്ഞു. അയാൾക്ക് സ്വന്തം എന്ന് പറയാൻ ആ മോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഗ്രാമത്തിന്റെ താഴ്വാരത്തിലൂടെ ഒഴുകുന്ന നദിയുടെ അടുത്ത് വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു അവൻ. വിറകുകൾ ശേഖരിക്കുന്നതിനിടെ അവൾക്ക് നേരെ കടുവ എടുത്ത് ചാടി. ഇതെല്ലാം കണ്ട് നദിക്കരയിൽ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ നിലവിളിച്ചു. ഈ നിലവിളി ശബ്ദം കേട്ട് പേടിച്ച കടുവ ഈ സ്ത്രീയെ ഉപേക്ഷിച്ച് തിരിച്ച് കാട്ടിലോട്ട് തന്നെ ഓടി. ഞാൻ ആ വൃദ്ധന്റെ കുടിലിൽ കയറി ആ സ്ത്രീയുടെ മുറിവുകളെല്ലാം പരിശോധിച്ചു. കടുവയുടെ നഖം കൊണ്ട് ആഴത്തിൽ മുറിവുകളായിരുന്നു. ആ വൃദ്ധൻ എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു. നല്ല ഇരുട്ടും ചൂടുമുള്ള ഒരു മുറിയിലാണ് ആ സ്ത്രീയെ കിടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ മുറിവുകളെല്ലാം സെപ്റ്റിക് ആയിരുന്നു. ഞാൻ എന്റെ കൈവശം ഉണ്ടായിരുന്ന മരുന്നുകളും ബാൻഡേഡുകളും ഉപയോഗിച്ച് മുറിവുകളെല്ലാം വൃത്തിയാക്കി കെട്ടിവെച്ചു. നേരം ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി ഈ ഗ്രാമത്തിൽ ചിലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. ലോഡ് ചെയ്ത തോക്കുമായി ഞാൻ ഗ്രാമത്തിലൂടെ രാത്രി മുഴുവനും തെക്ക് വടക്ക് നടന്നു. ആ പെൺകുട്ടി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ശബ്ദം എനിക്ക് നന്നായി കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം അങ്ങ് നിലച്ചു. പിന്നെ ഞാൻ കേട്ടത് ഗ്രാമത്തിലെ സ്ത്രീകളുടെ ഒരു നിലവിളിയായിരുന്നു. അതെ, ആ പെൺകുട്ടി മരണപ്പെട്ടു. ഈ ഗ്രാമങ്ങളിൽ നിന്നും 50 മൈൽ മാറിയാണ് ഒരു ആശുപത്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഞാനൊരു കത്തയച്ചു. എല്ലാ ഗ്രാമത്തലവന്മാർക്കും ഒരു മുറിവ് കെട്ടാൻ ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും അതിന് ആവശ്യമായ പരിശീലനങ്ങളും നൽകാനാണ് ഞാൻ അതിൽ അയച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഗ്രാമങ്ങളെല്ലാം സന്ദർശിച്ചപ്പോൾ ഇത്തരം മുറിവുകളിൽ നിന്നും ഒരുപാട് പേര് രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ഈ കഥ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അതായത് ഒരു ഇരയെ പിടിച്ച് ആരെങ്കിലും നിലവിളിക്കുന്ന ശബ്ദവും കേട്ടാൽ ഈ കടുവ ഇരയെ അവിടെ ഇട്ടിട്ട് ഓടി കാട്ടിലോട്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. മുമ്പ് നടത്തിയ എല്ലാ നായാട്ടിലും ഈ കടുവയെ സഹായിച്ചത് അതിന്റെ ചെറിയ കുട്ടി കടുവയായിരുന്നു. ഇപ്പൊ അവൾക്ക് ആ കുട്ടി കടുവയുടെ സഹായമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ ഏകദേശം 1 മാസമായി ഈ കടുവയുടെ പുറകെ നടത്തം തുടങ്ങിയിട്ട്. എനിക്ക് ഇതുവരെ അതിനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല. ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. കടുവയെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അപ്പോൾ തന്നെ കത്ത് വഴി എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഈ കടുവയെ അന്വേഷിച്ച് ഒരു തവണയും കൂടെ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എന്റെ ആളുകളോട് റോഡിന്റെ അടുത്തുള്ള അരുവിയുടെ അടുത്ത് വരാൻ ഞാൻ പറഞ്ഞു. ശേഷം എന്റെ റൈഫിളും എടുത്ത് ഞാൻ കാട്ടിലൂടെ അരുവി ലക്ഷ്യമാക്കി നടന്നു. അരുവിക്ക് ചുറ്റും നോക്കിയപ്പോൾ കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടു. കടുവ സമീപത്ത് എവിടെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ അത് എന്നെ തന്നെ നോക്കി ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ പതിയിരിക്കുകയായിരിക്കാം. എന്റെ ആളുകൾ എത്താൻ ഇനിയും ഒരു അരമണിക്കൂർ സമയമെടുക്കും. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാറയിൽ കയറി പുകവലിക്കാൻ തുടങ്ങി. എന്റെ ഇടത് കൈ തലയ്ക്ക് പുറകിലും വലത് കൈ ട്രിഗറിലും വെച്ചാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ പുകവലിച്ച് ഉറക്കെ സംസാരിച്ച് അങ്ങനെ കിടന്നു. ഒരാഴ്ചയായി കടുവയ്ക്ക് ആഹാരമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുവ എന്റെ നേരെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ കിടന്നത്. എന്റെ ആളുകൾ അകലെ നിന്ന് വരുന്ന ശബ്ദം എനിക്കിപ്പോ നന്നായി കേൾക്കാം. ഇപ്രാവശ്യം കടുവ എനിക്ക് പിടി തന്നില്ല. ഞാനും എന്റെ ആളുകളും റോഡ് ലക്ഷ്യമാക്കി നടത്തം ആരംഭിച്ചു. പോകും വഴി ഒരു ഇടയനെ കണ്ടു. എന്നെ കണ്ടതും അയാൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങളല്ലേ കടുവയെ കൊല്ലാൻ വന്നയാൾ?
ഒരാഴ്ചയായി കടുവയെ പറ്റി ഒരു വാർത്തയും കിട്ടിയില്ലല്ലോ. ആ കടുവ ഇവിടം വിട്ട് പോയി കാണണം. ഞാൻ അയാളോട് പറഞ്ഞു, അതെങ്ങും പോയിട്ടില്ല. അരുവിയുടെ തീരത്ത് അതിന്റെ കാൽപ്പാടുകൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഗ്രാമത്തിലോട്ട് പോകണം. 10-ലധികം ഉണ്ടായിരുന്നു അയാളുടെ പോത്തുകൾ മേഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടം വിട്ട് പൊക്കോളാം എന്ന് അയാൾ പറഞ്ഞു. ഞാനും അയാളും അവിടെ നിന്ന് ഒരു പുകവലിച്ചു. ശേഷം ഞാൻ വീണ്ടും എന്റെ യാത്ര മുന്നോട്ട് ആരംഭിച്ചു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് ഈ ഗ്രാമം സന്ദർശിച്ചപ്പോഴാണ് അവിടുത്തെ ഗ്രാമീണർ എന്നോട് ഈ ഇടയനെ പറ്റി പറഞ്ഞത്. ഞാൻ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അയാൾ തന്റെ പോത്തുകളെ മേയിച്ച് തിരിച്ച് ഗ്രാമത്തിലോട്ട് വരികയായിരുന്നു. പെട്ടെന്ന് വലതുവശത്ത് നിന്ന് ചാടി വീണ കടുവ അയാളുടെ വലത് തോളിൽ കടിമുറുക്കി. ശേഷം നഖങ്ങൾ ഉപയോഗിച്ച് നെഞ്ചിലും മുതുകിലും ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. കടുവയെ കണ്ട പോത്തുകൾ കടുവയ്ക്ക് നേരെ തല താഴ്ത്തി പാഞ്ഞെടുത്തു. ഒരു കൂട്ടം പോത്തുകൾ കൊമ്പ് കൂർപ്പിച്ച് വരുന്നത് കണ്ട് പേടിച്ച കടുവ അയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് നേരെ കാട്ടിലോട്ട് ഓടി രക്ഷപ്പെട്ടു. അയാൾ പെട്ടെന്ന് തന്നെ തന്റെ പോത്തുകളിൽ ഒന്നിന്റെ മേലെ വലിഞ്ഞു കയറി. പോത്തുകൾ ഗ്രാമത്തിലോട്ട് ഓടി. നാട്ടുകാർ കൂടി പോത്തിന്റെ പുറത്തെ രക്തം വാർന്നു കിടക്കുന്ന ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അയാൾ ചിലപ്പോൾ മുമ്പ് പോയ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾ ആരും തന്നെ ഒരു ശബ്ദവും കേട്ടില്ല. ആ കടുവ അതിന്റെ നരനായാട്ട് തുടർന്നുകൊണ്ടിരുന്നു. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, മറ്റു ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഞാൻ കടുവയെ തിരഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു.